जय राधा माधव जयो कुंज बिहारी। राधा माधव जयो कुंज बिहारी। गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी। गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी। यशोधनन्दन भज जन जन यशोदानन्दन व्रज जन रञ्जना। यशोदानन्दन व्रज जन रञ्जना। यशोदानन्दन व्रज जन रञ्जना। ीरा यमुना तीरा यमुना Krishna Hare Krishna Krishna Hare 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 Rama Hare Rama Rama Hare 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 Krishna Hare 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 Rama Hare Krishna Hare Krishna Krishna Hare 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 Rama Rama Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Rama, Hare Rama, Hare Hare.
Hare Krishna, Hare Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Govinda Jai Jai, Gopala Jai Jai, Govinda Jai Jai, Gopala Jai Jai, Radha Ramana Hari Govinda Jai Jai, Radha Ramana Hari Govinda Jai Jai, Govinda Jai Jai, Gopala Jai Jai, Radha Ramana Hari Govinda Jai Jai. Jaya Jaya Prabhupada, 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 Prabhupada. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamutiraye. He Krishna Karuna Sindhu Deenabandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhasute Devi Pranamami Haripriye. Jaya Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna
ശ്രീ ശ്രീ കൃഷ്ണ ബലറാം കി ജയ. അപ്പോൾ ഇന്ന് ചൈതന്യ മഹാപ്രഭു ഉപദേശിച്ച ശിക്ഷാഷ്ടകം പദ്യത്തില് ആദ്യത്തെ പദ്യമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചൈതന്യ മഹാപ്രഭു കലികാലത്തില് എല്ലാവരെയും ഉദ്ധരിക്കാൻ എടുത്ത കാരുണ്യമായ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. നമുക്ക് കൃഷ്ണനെ കുറിച്ചറിയാം, ശ്രീരാമചന്ദ്രമൂർത്തിയെ കുറിച്ചറിയാം, പരശുരാമനെ കുറിച്ചറിയാം, ഇങ്ങനെ പല പല അവതാരങ്ങളെ കുറിച്ചറിയാം. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം വലിയ വ്യാപകമല്ല, വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയാം. എന്നാൽ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ 700 ശ്ലോകം ഭഗവത്ഗീത ഉപദേശം നടത്തി. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ജീവിതം തന്നെ ഉപദേശമായിരുന്നു. ബുദ്ധൻ ഒരുപാട് ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. പരശുരാമൻ ആദിത്യ ഹൃദയമന്ത്രം, അങ്ങനെ കുറെ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. മത്സ്യാവതാരം, മത്സ്യപുരാണം, ഇങ്ങനെ എല്ലാവരും തന്നിട്ടുണ്ട്. പക്ഷേ ചൈതന്യ മഹാപ്രഭു വെറും 8 പദ്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. വേറെ പുസ്തകം രചിക്കുകയോ വേറെ ഉപദേശങ്ങൾ തരികയോ ഒന്നും ചെയ്തിട്ടില്ല. 8 പദ്യം മാത്രമേ ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ളൂ. ഈ 8 പദ്യത്തിനെ ശിക്ഷാഷ്ടകം എന്ന് പറയും. എത്ര പേർക്ക് അത് അറിയാം? ഈ 8 പദ്യങ്ങള് കുറച്ചു പേർക്കൊക്കെ അറിയാം. ശരി, അതിൽ ആദ്യത്തെ പദ്യം, ഈ 8 പദ്യത്തില് 3 പദ്യങ്ങള് നാമജപത്തിനെ കുറിച്ചാണ് പറയുന്നത്. 8-ല് 3 ആദ്യത്തെ 3 നാമജപത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ശ്രീമദ് ഭാഗവതം അവസാനിക്കുന്ന ശ്ലോകം, ഭാഗവതത്തിൽ മൊത്തം 18,000 ശ്ലോകം. ഭാഗവതം അവസാനിക്കുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിംപരം. കലികാലത്തില് നാമജപം ചെയ്യണം എന്ന് പറഞ്ഞ് ഭാഗവതം അവസാനിക്കും. ഇന്നത്തെ ആൾക്കാരെടുത്ത് പുതിയ തലമുറയിൽ നമ്മൾ ചെന്ന് നാമജപം ചെയ്യണം എന്ന് പറഞ്ഞാല് അവര് ചോദിക്കും, ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇന്ന് കാലത്ത് ഇതിന് വല്ല ഉപയോഗമുണ്ടോ? നമുക്ക് എന്ത് ലഭിക്കും? ഇതൊക്കെ വയസ്സാകുമ്പോൾ പോരെ എന്ന് നാമജപം ചെയ്യുന്നതിനെ ചോദ്യം ചോദിക്കും. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഈ ആദ്യത്തെ പദ്യത്തില് നാമജപം ചെയ്താൽ ഉണ്ടാകുന്ന ഫലങ്ങളെ വിശകലനം ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. 6-7 സ്റ്റെപ്പായിട്ടാണ് നാമജപം ചെയ്താൽ നമ്മളിൽ ഉണ്ടാകുന്ന ഫലത്തിനെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആ പദ്യത്തിൽ തന്നെ ഉണ്ട്, എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടെ പറയുക. ചേതോദർപ്പണമാർജനം ഭവമഹാഗ്നി നിർവാപണം ശ്രേയകൈരവ ചന്ദ്രികാവിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുദിവർദ്ധനം പ്രതിപദം പൂർണാമൃതാസ്വാദനം സർവാത്മാ സ്നാപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പോ 7 സ്റ്റേജാണ് പറയുന്നത് നാമജപം ചെയ്താൽ ഉണ്ടാകുന്ന ഫലം. ഫസ്റ്റ് സ്റ്റേജ് ചേതോദർപ്പണ മാർജനം. മാർജനം എന്ന് വെച്ചാൽ വൃത്തിയാക്കുക, ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടി, ചേതം ചിത്തം എന്ന് വെച്ചാൽ ബോധം, കോൺഷ്യസ്നസ്. ആദ്യത്തെ നാമജപം തുടങ്ങിയാൽ ഫസ്റ്റ് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിൽ കുറച്ച് ക്ലീനിങ് സംഭവിക്കും, കുറച്ച് വൃത്തിയാക്കൽ സംഭവിക്കും. ബോധത്തിനെ ഇവിടെ ഒരു സാധനത്തോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്? ചേതോദർപ്പണമാർജനം. നമ്മുടെ ചേതം, നമ്മുടെ ചിത്തം, സച്ചിത്, ആ ചിത്തം, നമ്മുടെ ബോധത്തിനെ
ഒരു വസ്തുവിനോട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഏത് വസ്തുവാണ്? മിറർ, കണ്ണാടി. ദർപ്പണം എന്ന് വെച്ചാല് എന്തിനാണ് കണ്ണാടിയുടെ കൂടെ ഇത് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇതൊരു നല്ല രസകരമായ ഒരു സംഭവമാണ്. ആരെങ്കിലും ആൻസർ പറയൂ. ഈ ലോകത്തിൽ അഥവാ കണ്ണാടി എന്നൊരു സാധനം ഇല്ലായിരുന്നുവെങ്കിൽ, ഇപ്പൊ നമ്മളെ മുഖം നോക്കണ കണ്ണാടി ഇല്ലേ, ഈ കണ്ണാടി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ലോകത്തിൽ കണ്ണാടി ഇല്ല, മുഖം നോക്കണ കണ്ണാടി ഇല്ല, എന്തായിരിക്കും അവസ്ഥ? തിലകിടാൻ പറ്റൂല. ഈ ബുദ്ധി ശരി. വേറെന്തൊക്കെ പറ്റൂല? തിലകിടാൻ പറ്റൂല. പിന്നെ കണ്ണാടി ഇല്ലെങ്കിൽ, കണ്ണാടി ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ഒരനക്കമില്ല. അത് പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ രൂപം എന്താണെന്ന് എനിക്കറിയില്ല, ഇല്ലേ? അഥവാ ഈ കണ്ണാടി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്. കറുത്തിരിക്കുന്നു, വെളുത്തിരിക്കുന്നു, നീണ്ടിരിക്കുന്നു, മുഖം ഉരുണ്ടിരിക്കുന്നു, വലിയ കണ്ണാണ്, മുടി ഇങ്ങനെ ഒരു ഐഡിയ നമുക്കുണ്ട്. ഈ കണ്ണാടി എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും തന്നെ എങ്ങനെ ഉണ്ടാവുന്ന ആർക്കുമേ ഒരു പിടി ഉണ്ടാവില്ല, അല്ലേ? അപ്പോ ചില സമയം കണ്ണാടി കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ കണ്ണാടി എന്ന് പറയുന്നത് വെളിയിൽ ബാഹ്യമായ കാര്യത്തിനല്ല, ഉള്ളിൽ എൻ്റെ ബോധത്തിനെ കാണാൻ ഒരു കണ്ണാടി വേണം. നമ്മുടെ ഉള്ളിൽ കുഴപ്പമുണ്ടോ ഇല്ലേ? ദേഷ്യം, വഴക്കിടുന്നത്, കുറ്റം പറയുന്നത്, മത്സര മനോഭാവം, നമ്മുടെ ഉള്ളിൽ കുഴപ്പമുണ്ടോ ഇല്ലേ? ഉണ്ട്, അല്ലേ? ഇത് തിരിച്ചറിയാം. നാമജപം ചെയ്താൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് നമ്മുടെ കുഴപ്പങ്ങൾ നമ്മൾ തിരിച്ചറിയും. എൻ്റെ ബോധം, ചേതന, ചിത്തം, എൻ്റെ ആ കണ്ണാടി ക്ലീൻ ആകുമ്പോ ആഹാ ഇതെല്ലാം എൻ്റെ അകത്തുള്ളത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം ഇതിൻ്റെ അകത്ത് മഹാവൃത്തികേടാണ്. ഈ ഡോക്ടർമാർക്കറിയാം, മുറിച്ച ഇതിനകത്ത് ഇനി ഇല്ലാത്ത സാധനമൊന്നുമില്ല, അത്രയ്ക്ക് വൃത്തികേടാണ്. ഇനി പിന്നെ ചിലരുടെ ഉള്ളിൽ വേറെയും കുറെ സാധനങ്ങളൊക്കെ കാണും. അപ്പോ നമ്മുടെ ബോധം തിരിച്ചറിയുന്ന ഒരു കണ്ണാടി നാമജപം ചെയ്താൽ ഫസ്റ്റ് സംഭവിക്കുന്നത് എൻ്റെ ബോധത്തിനെ തിരിച്ചറിയാം. ഇപ്പൊ ചിലരൊക്കെ വിനയത്തോട് വന്ന് പറയും, ഓ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എനിക്ക് കുഴപ്പമാണ്, എൻ്റെ സ്വഭാവം നല്ലതല്ല. വിനയത്തോട് വന്ന് പറയും. അതേ ആളെടുത്ത് അടുത്ത ദിവസം നമ്മൾ വിരലും ചൂണ്ടി പറയാണ്, ആ നിങ്ങളുടെ സ്വഭാവം ശരിയല്ല, ദേഷ്യമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? അവര് വന്നൊക്കെ പറയും. പക്ഷെ അത് തന്നെ തിരിച്ച് നമ്മൾ അവരെടുത്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് ഇഷ്ടമാവില്ല. സോ ആധ്യാത്മിക ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എൻ്റെ കുഴപ്പം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുക. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ മണ്ടത്തരം നടന്നുകൊണ്ടേയിരിക്കും, കാലകാലം നടന്നുകൊണ്ടിരിക്കും. എൻ്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇന്ത്യൻ ഗവൺമെന്റിൽ തന്നെ അങ്ങനെ ഒരു മണ്ടത്തരമുണ്ട്, നല്ല തമാശയാണ്. നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ബഡ്ജറ്റ് അറിയിക്കും. എല്ലാവർക്കും അറിയാലോ. ഈ ബഡ്ജറ്റ് എത്ര വർഷത്തിലൊരിക്കലാണ് അറിയിക്കുന്നത്? എത്ര വർഷത്തിലൊരിക്കലാണ്? ഒരു വർഷം. ഓക്കെ. ഈ ബഡ്ജറ്റ് അറിയിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്ററാണ്. നിങ്ങൾ എല്ലാവരും പോയി ചെക്ക് ചെയ്തോളൂ. ബഡ്ജറ്റ് അറിയിക്കുന്നതിന് മുമ്പ് അന്ന് വലിയ സൂട്ട് കേസ് ആയിട്ടൊക്കെ വരും. അവർ പറയും 70 പേജുള്ള ബഡ്ജറ്റ് വായിച്ചു, 110 പേജുള്ള. ഫിനാൻസ് മിനിസ്റ്റർ വായിക്കും, ബാക്കി എല്ലാവരും ഉറങ്ങും, അത് വേറെ കഥ. പക്ഷേ ബഡ്ജറ്റ് അറിയിക്കുന്നതിന് മുമ്പേ നേരെ ഈ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യും, ധനകാര്യമന്ത്രി എന്ത് ചെയ്യിച്ചാല് പാർലമെന്റിലെ അടുക്കളയിൽ പോയി അലുവയുണ്ടാക്കും. ഇത് എത്ര പേർക്ക് അറിയാം? പ്രഭുവിനറിയാം. പ്രഭുവിന് ഭക്ഷണ കാര്യം കറക്റ്റ് അറിയാം. ശരി, വേറെ ആർക്കറിയാം?
ഫിനാൻസ് മിനിസ്റ്റർ എല്ലാ ബഡ്ജറ്റ് അറിയിക്കുന്നതിന് മുമ്പും അടുക്കളയിൽ ചെന്ന് ഹലുവ ഉണ്ടാക്കും. ആർക്കും അറിയില്ല. എന്നൊക്കെ അറിയാം. എങ്ങനെ അറിയാം? ഇത് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ഇത് ഒരു മഹാ അത്ഭുതമാണ്. ഇന്ത്യയുടെ ആദ്യം ഗവൺമെന്റ് സ്ഥാപിച്ചപ്പോ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഒരു പട്ടരാണ്. ഒരു മലയാളി, പാലക്കാട് പട്ടര്, പാചകക്കാരൻ. അദ്ദേഹമാണ് ആദ്യത്തെ ഭാരതത്തിന്റെ ധനകാര്യമന്ത്രി. ആള് സന്തോഷത്തിൽ എന്ത് ചെയ്തു? നേരെ പാർലമെന്റിൽ കയറി. ഇപ്പൊ ഫസ്റ്റ് അങ്ങ് അടുക്കളയിൽ കയറി വലിയ മറ്റേ ഹലുവയും കേസറിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് പിന്നെയാണ് അദ്ദേഹം ഒരു ടേം ഉണ്ടായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട്. 5 പ്രാവശ്യം എന്തോ അദ്ദേഹം ഇത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 5 തവണയും അദ്ദേഹം അടുക്കളയിൽ പോയി എന്ത് ചെയ്തു? ഹലുവ ഉണ്ടാക്കി. അതിനുശേഷം ഇന്ത്യൻ ഗവൺമെന്റിൽ അതൊരു ചടങ്ങായി. എല്ലാ ഫിനാൻസ് മിനിസ്റ്ററും ബഡ്ജറ്റ് വായിക്കുന്നതിന് മുമ്പ് നേരെ അടുക്കളയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? ഹലുവ ഉണ്ടാക്കും. ഇതിൽ ചില ഫിനാൻസ് മിനിസ്റ്റർക്ക് ഹലുവ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ചട്ടുകം പിടിച്ച് ഒരു ഫോട്ടോ എടുക്കും. ഇത് ഒരു ചടങ്ങായി മാറി. ആലോചിച്ച് നോക്ക്, എങ്ങനത്തെ ഒരു അന്ധവിശ്വാസമാണ്, ഇല്ലേ? ഇങ്ങനെ കുറെ ഉണ്ട് അന്ധവിശ്വാസങ്ങൾ. ഈ നവരാത്രി സമയത്ത് ഒരു ദിവസം ദുർഗാപൂജയുണ്ട്, അറിയാമോ? ഈ വർക്ക്ഷോപ്പില് നമ്മൾ കാറെല്ലാം കുളിപ്പിച്ച്, ബൈക്കൊക്കെ കുളിപ്പിച്ച്, നാരങ്ങ പൊട്ട് പൂവൊക്കെ വെച്ച്, അല്ലേ? വർക്ക്ഷോപ്പുകാർ ലേത്ത് മെഷീനൊക്കെ ഇതിനൊക്കെ വൃത്തിയാക്കി അതിനൊക്കെ പൊട്ട് വെച്ച്, ആശുപത്രിക്കാർ ECG മെഷീൻ, എക്സ്റേ എല്ലാം എല്ലാം പൊട്ട് വെച്ച്, ആയുധ പൂജ, ദുർഗാപൂജ ഉണ്ടല്ലോ ഇവിടെ ചടങ്ങില്, അല്ലേ? ഇത് ഭയങ്കര ഒരു രസമാണ്. ആദ്യമായി ആയുധ പൂജ ചെയ്തത് ദുർഗാദേവി. എന്തിനാണ്? മഹിഷാസുരനെ കൊല്ലാൻ. മൈസൂർ പോയിട്ടുണ്ടോ ആരെങ്കിലും? മൈസൂർ ചാമുണ്ഡി അംബിക ടെമ്പിൾ. ഈ പാട്ട് കേട്ടോ, മഹിഷാസുരമർദിനി രമ്യക പദ്മിനി ശൈലപതേ. അത് കേട്ടില്ലേ? മഹിഷാസുരനെ കൊല്ലാനായിട്ട് ദുർഗ പോയി. അപ്പൊ ദുർഗാദേവി ദേവന്മാരെടുത്ത് പറഞ്ഞു, എനിക്ക് ആയുധങ്ങൾ താ. ഇന്ദ്രൻ വജ്രായുധം തന്നു, മഹാദേവൻ തൃശൂലം തന്നു, വിഷ്ണു സുദർശന ചക്രം തന്നു. എല്ലാവരുടെ അവരുടെ ആയുധം ആർക്ക് കൊടുത്തു? ദുർഗയ്ക്ക്. അപ്പൊ ദുർഗ എന്ത് ചെയ്ത്? ഇതെല്ലാം പൂജിച്ചു. എന്തിനാ പൂജിച്ചത്? മഹിഷാസുരനെ കൊല്ലാൻ. നമ്മൾ കാറും ബസ്സും പൂജിക്കും. ആരെ ഇടിച്ചു കൊല്ലാൻ? ഹോസ്പിറ്റലിലുള്ളവർ ECG എക്സ്റേ ഒക്കെ പൊട്ടുവെച്ച് കുളിപ്പിച്ചെന്ന് ദീപാരാധനയും കൂടെ കാണിക്കും. എന്തിന്? ചിലപ്പോ നമുക്കിത് എന്തിനാ ചെയ്യുന്നേന്നറിയില്ല, അല്ലേ? ഇപ്പൊ നമ്മൾ കൃഷ്ണ ഭഗവാനെ പൂജിക്കുമ്പോ ഇതം മന്ത്രമെല്ലാം പറഞ്ഞ് കൃഷ്ണായ നമഃ എന്ന് നമ്മൾ പൂജിക്കും. അത് കഴിഞ്ഞാൽ ഗണപതിയെ ഗണപതിയുടെ മന്ത്രം ചൊല്ലും, അല്ലേ? ചിലപ്പോൾ നമ്മൾ പുതിയ കാറ് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൂജിക്കും. നമ്മളില്ലെന്ന് പറയാറില്ല, 100 രൂപ കിട്ടണതല്ലേ, നമ്മൾ പൂജിക്കും. പക്ഷേ ദീപാരാധന കാറിന് കാണിക്കുമ്പോ എന്ത് മന്ത്രം പറയും? ഇതം ടൊയോട്ടായ നമഃ അങ്ങനെ പറയോ? അങ്ങനെ ഒരു മന്ത്രവും പൂജയില്ല. പക്ഷെ പിന്നെ 100 രൂപ കിട്ടണോണ്ട് നമ്മൾ ചെയ്യും. പക്ഷെ ഇതെല്ലാം അനാചാരം. ഇങ്ങനെയൊന്നും ആചാരമേ കാലക്രമേണ സംഭവിച്ചു. പരീക്ഷയുടെ തലേന്ന് ഇവിടെ പിള്ളേർ വന്ന് പേനയൊക്കെ അവിടെ വെക്കും, ഇവിടെ തൊഴുതു, എല്ലാം നമുക്ക് കാണാം. ശരി, അവരുടെ ഒരു വിശ്വാസം, നല്ല കാര്യം. അപ്പോ നാമജപം ചെയ്താൽ ഫസ്റ്റ് എന്ത് സംഭവിക്കും? എന്റെ ബോധം വൃത്തിയാകും. എനിക്ക് ഉള്ളിൽ എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയും. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മളെല്ലാരും? നമ്മുടെ കുഴപ്പങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പലപ്പോഴും നമ്മൾ അറിയാറ് പോലില്ല എന്റെ കുഴപ്പമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ചേതോദർപ്പണമാർജനം. എന്റെ ബോധം ചിത്തമാകുന്ന കണ്ണാടി, അതിനെ വൃത്തിയാക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തത്, നാമജപം തുടങ്ങിയാൽ ആദ്യം ബോധം വൃത്തിയാകുന്നു. രണ്ടാമത്തത് ഭവമഹാധാവാഗ്നി നിർവാപണം. ധാവാഗ്നി എന്ന് വെച്ചാല്, അഗ്നി എന്ന് വെച്ചാൽ തീ. ധാവാഗ്നി, മഹാധാവാഗ്നി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഫയർ, കാട്ടിൽ തീ പിടിക്കും, ഇല്ലേ?
വീട്ടിൽ തീ പിടിച്ച അണയ്ക്കാം, നമ്മളെ ഡ്രസ്സിൽ തീ പിടിച്ച അണയ്ക്കാം. കാട്ടുതീ അണയ്ക്കാൻ പറ്റുമോ? അണയ്ക്കാൻ പറ്റും. ഈ ഇടയ്ക്കും കൂടെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു, ഓസ്ട്രേലിയയിൽ കാട്ടുതീ പിടിച്ച് 20,000 എന്താണ് ട്രംപിന്റെ തലമുടി പോലെയുള്ള ഒരു മൃഗത്തിന്റെ പേരെന്താണ്? റക്കൂണ്. നമ്മുടെ US പ്രൈം അയാളുടെ തലമുടി കണ്ടിട്ടില്ലേ? എല്ലാരും അങ്ങനെ. അതൊരു ജീവി, റക്കൂണ് എന്തോ പറഞ്ഞിട്ട്, എലിയുടെ വലുതായിരിക്കും. ഇങ്ങനെ വലിയ വലിയ മുടിയൊക്കെ ഉണ്ടാകും. 20,000 ആ സാധനമാണ് എന്ത് പറ്റിയത്? ഈ കാട്ടുതീയിൽ കത്തി ഭസ്മമായി പോയത്. കാട്ടുതീ അണയ്ക്കാൻ പറ്റില്ല. നല്ല ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞിരിക്കുന്നേ? കാട്ടുതീ. ആഗ്രഹങ്ങൾ ഉണ്ടോ ഇല്ലേ? എല്ലാ നല്ല നല്ല ഡ്രസ്സ് വേണം. ചിലപ്പോ ഇവരൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, സാരി എടുത്ത് ഷർട്ടാക്കി ഇട്ടിട്ട് വരും. ബോർ. ഡ്രസ്സോട് ആഗ്രഹം. അത് മതിയാവോ? മതിന്ന് ആരെങ്കിലും പറയോ? വാങ്ങിച്ചോണ്ടേയിരിക്കും. പണത്തിനോട് ആഗ്രഹം, വസ്ത്രത്തിനോട്, ചിലപ്പം മൊബൈൽ ഫോൺ, ചിലപ്പം വേറെന്തെങ്കിലും ഇലക്ട്രോണിക്, കാറ്, ബൈക്ക്, വീട്. ഇതിനെല്ലാം കാട്ടുതീ എന്നാ പറയുന്നേ. ഒരു മനോഹരമായ വരി ഇവിടെ ചൈതന്യ മഹാപ്രഭു ഉദ്ദേശിക്കുന്നുണ്ട്. ആഗ്രഹത്തിനെ നടപ്പിലാക്കി നിയന്ത്രിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ഇതോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്, കാട്ടുതീ. ഈ ആഗ്രഹം നടത്തി നമുക്കിതിനെ കുറയ്ക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഞാൻ പറയാൻ ഉദ്ദേശം മനസ്സിലായോ? ഇപ്പൊ എനിക്ക് ഗുലാബ് ജാമുൻ തിന്നണം എന്ന് ആഗ്രഹം. അപ്പൊ ഞാൻ വിചാരിക്കാണ്, ഒരു 20 എണ്ണം തിന്ന അതോടെ ആഗ്രഹം പോകും എന്ന് വിചാരിച്ച് 20 എണ്ണം തിന്നു. ആഗ്രഹം പോവോ? അത് 40 വന്ന് നിൽക്കും. 40 തിന്ന 80. അതായത് നമുക്ക് ഉണ്ടാകുന്ന ആഗ്രഹത്തിനെ നടത്തി അതിന് നിർത്താൻ പറ്റില്ല. ഭാഗവതം നമ്മുടെ മനസ്സിനകത്തുള്ള ആഗ്രഹങ്ങളെ ഈ ചൊറിച്ചലുടെ കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറുതായിട്ട് ചൊറിയുന്ന ഒരു ഫീലിംഗ്. അപ്പൊ നമ്മൾ ചൊറിഞ്ഞു. ആ ഫീലിംഗ് പോവോ? എന്താകും? കൂടും. വീണ്ടും ചൊറിയും, വീണ്ടും കൂടും, വീണ്ടും ചൊറിയും. അവസാനം ഇതെല്ലാം മുറിഞ്ഞു വരും, ഇല്ലേ? അതുപോലെയാണ് ആഗ്രഹം. കാട്ടുതീ പോലെയാ. ഈ തീയിന്റെ ഒരു പ്രത്യേകത, എന്ത് കൊണ്ടുപോയിട്ടാലും ശരി, എക്സെപ്റ്റ് വെള്ളം, വേറെ എന്തിനെ കൊണ്ടുപോയിട്ടാലും ഭസ്മമാക്കി തരും. തീയിൽ ഒരു സാധനം പറയും, തീ കൊണ്ട് കത്തിക്കാൻ പറ്റാത്ത ഒരു സാധനം പറയൂ. തീ കൊണ്ട് കത്തിക്കാൻ പറ്റാത്തത് മാംഗോ ജ്യൂസാ. വെള്ളം കത്തിക്കൂല. വേറെ എന്ത് സാധനം തീ കൊണ്ട് കത്തിക്കാൻ പറ്റാത്ത ഒരു സാധനത്തിനെ പറയും? വെള്ളമല്ലാതെ മരുന്ന, മണ്ണെല്ലാം കത്ത്. കേട്ടിട്ടുണ്ടോ ഗന്ധക ഭൂമി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഡെസേർട്ടില് പൊള്ളുന്ന തീ പോലത്തെ മണ്ണ്, വേറെ കത്താത്ത ഒരു സാധനം. എല്ലാം കത്തിക്കും. ആഗ്രഹം അതുപോലെയാണ്. എന്തു കൊടുത്താലും ആഗ്രഹം ക്ഷമിക്കേയില്ല മനുഷ്യന്റെ. ആ ചിന്തയെ മാറ്റി വെക്കണം ചെയ്യാതെ. എന്നാൽ ഓർമ്മയിൽ അത് വരാതപ്പോ കുറെ അത് കുറഞ്ഞു പോകും. അതിനെക്കുറിച്ച് കേൾക്കാതെ. ഇപ്പൊ ആപ്പിളിന്റെ അടുത്ത് എനിക്ക് ആഗ്രഹം. ഞാൻ ഒരു 2 കൊല്ലം ആപ്പിളിനെ കണ്ടില്ല, ആപ്പിളിനെ കുറിച്ച് കേട്ടിട്ടില്ല, ആപ്പിളിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ല. യാതൊരു ഇൻഫർമേഷനും എനിക്ക് കിട്ടാണ്ട് വരുമ്പോ മനസ്സിൽ നിന്ന് എന്താകും? ആപ്പിൾ പതുക്കെ പുറം. ഔട്ട് ഓഫ് സൈറ്റ്, ഔട്ട് ഓഫ് മൈൻഡ്. അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കരുത്. ഇപ്പൊ എനിക്ക് ഒരാളെ മറക്കണമെങ്കിൽ അയാളെ കുറിച്ച് യാതൊരു ചിന്തയും ഇൻഫർമേഷൻ എനിക്ക് പാടില്ല. ഒരു ഇൻഫർമേഷൻ അയാളെ കുറിച്ച് നമ്മൾ കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താകും? ക്രമേണ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ അടുത്ത് വഴക്കാണ്, എനിക്ക് മറക്കണം. പക്ഷെ എന്നും വിളിച്ചു ചോദിക്കും, അവൻ വന്ന, ഇന്ന് കണ്ടാ, ചിരിച്ചാ, പോയാ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അപ്പൊ നമ്മളെ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റും. ഇത് കാട്ടുതീ പോലെ എന്തിട്ടാലും ഈ ആഗ്രഹം ദഹിപ്പിച്ച് കളയും. അതുകൊണ്ട്
എന്തെങ്കിലും വിടണമെങ്കിൽ അത് നടത്തി നമുക്ക് വിടാൻ പറ്റില്ല. അതിൽ നിന്ന് ദൂരെ നിന്നാൽ മാത്രമേ വിടാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആന. നിങ്ങളുടെ മനസ്സിൽ എന്ത് പിക്ചർ വന്നു? എന്ത് പിക്ചർ വന്നു? ആനയുടെ ചിത്രം വന്നു. ശരി. ടിംപെക്ടു എന്ത് ചിത്രം വന്നു? ടിംപെക്ടു എന്ത് ചിത്രം വന്നു? ഒന്നും വന്നില്ല. കാരണം ഇത് അറിയില്ല എന്താണ്. ഇത് വല്ല തിന്നണ സാധനോ, അല്ല വല്ല മ്യൂസിയത്തിലുള്ളതാ, പഴമാണ്, മൃഗത്തിന്റെ പേരാണ്, മനുഷ്യന്റെ പേരാണ്, ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പിക്ചർ വന്നില്ല. പക്ഷെ ഇൻഫർമേഷൻ വന്നാൽ പിക്ചർ. അതുകൊണ്ടാണ് അനാവശ്യമായ കാര്യങ്ങളെല്ലാം കേൾക്കാതിരിക്കാൻ പറയുന്നത്. കേട്ടാല് നമ്മൾ അറിയാതെ ഇതൊക്കെ എവിടെയെങ്കിലും റെക്കോർഡാവും, നമ്മളത് ബാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മനസ്സാകുന്ന ബോധം ക്ലീൻ ആകും. പിന്നെയും നാമജപം ചെയ്താൽ എന്ത് സംഭവിക്കും? കാട്ടുതീ പോലത്തെ ആഗ്രഹം ഒന്ന് സമാധാനം, ഒന്ന് കുറയും. അല്ലെങ്കിൽ ഇത് കുറയ്ക്കാൻ പറ്റില്ല. ഭവമഹാദാവാഗ്നി നിർവാപണം. മൂന്നാമത്തത് ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. ചന്ദ്രന്റെ ലൈറ്റ് പോലെ, മൂൺലൈറ്റ് പോലെ ഒരു ശാന്തിയും സമാധാനവും മനസ്സിലുണ്ടാകും. സത്യസന്ധമായ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇവിടെ എന്തായാലും 50-100 പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. എത്ര പേരിലെ മനസ്സിൽ വളരെ ശാന്തിയും ഒരു വേവലാതി, ആവലാതി, ടെൻഷൻ, പ്രഷർ ഒന്നുമില്ല, കൂളായിരിക്കുന്ന എത്ര പേരുണ്ട്? ആരും ഒരു മനുഷ്യരും. ഉറപ്പാണ്? വീട്ടിൽ നിന്ന് പ്രഭുവിനെ ഇറക്കി വിട്ടാ? ഒരു ഭാഗ്യവാൻ മാത്രമേ ഉള്ളൂ ടെൻഷൻ ഇല്ലാത്തത്. റൈറ്റ്? അപ്പോ മൂന്നാമത്തെ സ്റ്റേജ്, ആദ്യം നാമജപം ചെയ്യുമ്പോൾ മനസ്സ് കണ്ണാടി വൃത്തിയാകുന്നു. രണ്ടാമത്തെ നാമജപം തുടരുമ്പോ അകത്ത് കിടക്കുന്ന ആഗ്രഹങ്ങൾ അതില്ലാതെ. കാരണം ആഗ്രഹം ഭയങ്കരമാണ്. അത് വേണം, ഇത് വേണം, അത് കിട്ടണം, ഇത് കിട്ടണം, ഇനിയും വേണം, അത് ഇങ്ങനെ വരും. മൂന്നാമത്തെ സ്റ്റേജിൽ ഒന്ന് ശാന്തിയും സമാധാനം, ചന്ദ്രന്റെ കിരണം, ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. എന്താണ് സൺലൈറ്റിനും മൂൺലൈറ്റിനും ഡിഫറൻസ്? സൂര്യന്റെ പ്രകാശത്തിനും ചന്ദ്രന്റെ പ്രകാശത്തിനും എന്താണ് ഡിഫറൻസ്? സൂര്യപ്രകാശം ചൂടാണ്. നട്ടുച്ചയ്ക്ക് 2 മണിക്ക് മെയ് മാസം നമുക്കൊരു വാക്കിംഗ് പോയിട്ട് വരാം. അങ്ങനെ കാര്യങ്ങൾ പോകും, പൊള്ളി റെഡിയാവും. പക്ഷെ മൂൺലൈറ്റ് അതും പ്രകാശമാണ്, പക്ഷെ അത് വളരെ കൂളാണ്. മനസ്സ് ചന്ദ്രന്റെ പ്രകാശം പോലെ, ചന്ദ്രന്റെ ഇതുപോലെ ശമനം, ഒരു സമാധാനം വരും. മനസ്സ് ടെൻഷനാ എല്ലാവർക്കും. എന്തിനാ ടെൻഷൻ അതും അറിയില്ല. ഞാൻ പണ്ടെങ്ങാണ്ട് ഒരു റീഡേഴ്സ് ഡൈജസ്റ്റിൽ വായിച്ച ജോക്കാണ്. ഒരുത്തർ 20ാമത്തെ നിലയിലിരുന്ന് കാറ്റും കൊണ്ടിരിക്കുക. ഒരാൾ കൂളായിട്ട് ചെയറിലിരുന്ന് ആടി കാറ്റ് കൊല്ലുക. താഴെ ഇരുന്ന് സെക്യൂരിറ്റി ഓടി വന്ന് പറഞ്ഞു, രമേശൻ ചേട്ടാ, നിങ്ങളുടെ മകൻ ആക്സിഡന്റ് ആയി നിങ്ങളുടെ മകൻ. കേട്ട പാതി കേൾക്കാതെ പാതി അയ്യോ എന്ന് നിലവിളിച്ച് ഇയാൾ 20ാമത്തെ നിലയിൽ നിന്ന് ചാടി താഴോട്ട് വരാ. അപ്പോഴാ വിചാരിച്ചത്, എനിക്ക് മകൻ ഇല്ലല്ലോ, ആരോ എവിടെയോ ഇല്ലേ. ഇതാണ് ഈ പത്രവും വാർത്തകളും മീഡിയ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ TV നോക്കുമ്പോ അവിടെ ബോംബിട്ടു, അവിടെ പ്രശ്നമായി, നമ്മൾ ഇവിടെ തിളക്കി. നമുക്കും അതിന് യാതൊരു ബന്ധവും ഇല്ലേ. മലയാളികൾക്ക് മെസ്സിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. ഇവിടെ പാവം 6 കോടി ജനം അന്ന് രാത്രി ഉറങ്ങിയില്ല. അങ്ങനെ അവിടെ ബോംബിട്ടു, നമ്മൾ ടെൻഷനാവും. എവിടെ? അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ട്. നമുക്ക് ഒരു ബന്ധവും ഇല്ല. ഭാര്യ ഒന്ന് ചോദിക്കും, ചേട്ടാ രാവിലെ കഴിക്കാൻ, മിണ്ടിപ്പോവരുത് അങ്ങോട്ട്. എവിടെയോ ഉള്ളത് നമ്മളെല്ലാം ഇങ്ങനെ അബ്സോർബ് ചെയ്യും. അത് എവിടെയെങ്കിലും ആരുടെയെങ്കിലും തലക്കിടും. അപ്പൊ ഇവിടെ സെക്യൂരിറ്റി ഓടി വന്ന് പറഞ്ഞു, രമേശൻ ചേട്ടാ മോൻ ആക്സിഡന്റിൽ പെട്ടു. കേട്ട ബാധിക ഇയാൾ എടുത്ത് ചാടി താഴോട്ട് വരുമ്പോഴാ ആലോചിച്ചത്, എനിക്ക് മോനില്ലല്ലോ. ആരെടുത്തോ വിളിച്ച് പറഞ്ഞതാ. കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോ അയാൾ ചിന്തിച്ചു, എനിക്ക് ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. വീണ്ടും താഴോട്ട് വരുമ്പോഴാ മനസ്സിലായി, എന്റെ പേര് രമേശ് അല്ലല്ലോ. ഇനി രക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സെങ്ങനെയെന്ന് വെച്ചാല്,
ഈ ചുമര് പോലെയാണ്. ഈ ചുമരില് നമ്മുടെ റബ്ബർ ബോൾ ഇല്ലേ, പതുക്കെ എറിഞ്ഞ ആ റബ്ബർ ബോൾ പതുക്കെ തിരിച്ചു വരും. വേഗത്തിൽ അടിച്ചാൽ റബ്ബർ ബോൾ എന്ത് ചെയ്യും? അതേ സ്പീഡിൽ തിരിച്ചു വരും. ഇതാണ് മനുഷ്യൻ. ഇപ്പൊ ഞാൻ വിഘ്നേഷിനെ നോക്കി എടാ വിഘ്നേഷേ എന്ന് വിളിച്ചാൽ അതേ വാക്കാണ്. ഉടനെ അവൻ എന്താ ചോദിക്കും. എടാ വിഘ്നേഷേ എന്താ, എടാ എന്താ. നമ്മൾ റിഫ്ലക്ഷൻ, റെസ്പോൺസ് ആണ്. ഇപ്പോ അവന് വേണമെങ്കിൽ ഞാൻ എടാ വിഘ്നേഷ് എന്ന് വിളിക്കുമ്പോ എന്തോന്ന് ചോദിക്കായിരുന്നു, പക്ഷെ അങ്ങനെ ചോദിക്കില്ല. ഇങ്ങനെ നമ്മൾ എല്ലാത്തിനും പ്രതികരിക്കും. ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കും. ശരിയാണോ തെറ്റാണോ? ഇങ്ങനത്തെ ലീലാവിലാസങ്ങൾ ചെയ്തവർ എത്ര പേരുണ്ട്? അപ്പോ മൂന്നാമത്തെ സ്റ്റേജ് നാമജപം കൊണ്ട് മനസ്സെന്താകും? ശാന്തം, ചന്ദ്രനെ പോലെ. ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. നാലാമത്തത് വിദ്യ. അപ്പോഴാണ് ഈ പഠിക്കുന്ന ഭഗവത്ഗീതയും ഭാഗവതം ഇതെല്ലാം തലയിക്കർ. അതുവരെ ഇത് വായിച്ചാൽ ഇങ്ങനെ നമ്മൾ വായിച്ചു പോവേ ഉള്ളൂ, പക്ഷെ ഇതൊന്നും മനസ്സിൽ പതിയില്ല. അപ്പോഴാണ് യഥാർത്ഥ വിദ്യ വരുന്നത്. രാമാനുജാചാര്യർ തന്റെ ശിഷ്യന്മാർക്ക് ഒരുപാട് ആത്മീക പഠനം നടത്തി. ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ട്. ദൈവത്തിന്റെ നല്ല ശ്ലോകം ഭഗവത്ഗീതയിൽ, പാദൗ പാണി തത്. എല്ലാ സ്ഥലത്തും ഈശ്വരന്റെ കാലുണ്ട്, എല്ലാ സ്ഥലത്തും ഈശ്വരന്റെ മുഖമുണ്ട്, എല്ലാ സ്ഥലത്തും ഈശ്വരന്റെ കണ്ണുണ്ട്. എന്താ ശ്ലോകം? സർവതോ, എനിക്ക് മറന്നുപോയി. ഓക്കെ, ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. രാമാനുജാചാര്യ തന്റെ ശിഷ്യന്മാർക്കൊക്കെ പഠിപ്പിച്ചു. എല്ലാ സ്ഥലത്തും ഈശ്വരന്റെ കണ്ണുണ്ട്, എല്ലാ സ്ഥലത്തും ഈശ്വരന്റെ കൈയുണ്ട്, എല്ലാ സ്ഥലത്തും ഈശ്വരന്റെ കാലുണ്ട്, ഈശ്വരൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചിട്ട് രാമാനുജാചാര്യർ വിചാരിച്ചു ഒരു ടെസ്റ്റ് വെക്കാം, വിദ്യാർത്ഥികൾക്ക് ഒരു ടെസ്റ്റ് വെക്കാം. എന്താണ്? എല്ലാവർക്കും ഒരു പഴം കൊടുത്തു. പഴം കൊടുത്തിട്ട് രാമാനുജാചാര്യർ പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് പോയി ഒളിച്ചിരുന്ന് തിന്നണം. എനിക്ക് തോന്നി വിദ്യാർത്ഥികളെല്ലാം തിരുവനന്തപുരത്തുകാരാണെന്ന് സംശയം. ചിലത് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരുന്ന് കഴിച്ചു, ചിലത് വാതിലിന്റെ, ചിലത് ബാത്റൂമിൽ നിന്ന് കഴിച്ചു, മരത്തിന്റെ പണ്ടയ്ക്ക് കൂരയുടെ മേലെ എല്ലാ സ്ഥലത്തിരുന്ന് ഒളിച്ചിരുന്ന് കഴിച്ചു. ഒരു ശിഷ്യൻ മാത്രം രാവിലെ തൊട്ട് പഴവും പിടിച്ചുകൊണ്ട് ചുറ്റി കഴിച്ചില്ല. രാമാനുജാചാര്യർ ചോദിച്ചു, നീ എന്താ കഴിക്കാത്ത? എന്താ മറുപടി പറഞ്ഞത്? എല്ലാ സ്ഥലത്തും ആരെന്നെ കാണുന്നു. അപ്പൊ ശരിക്കും അന്നത്തെ ശ്ലോകം മനസ്സിലായത് ആർക്കാണ്? ആ ഒരു കുട്ടിക്ക്. അതേപോലെ നമ്മൾ ഗീതയൊക്കെ വായിക്കും, ഇതൊക്കെ ചെയ്യുമെങ്കിലും ആ വിദ്യ തലയിൽ കയറണമെങ്കിൽ നാമജപം ചെയ്യണം. ഒരിക്കൽ കൂടെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നാമജപം ശരിക്കും ചെയ്താൽ എന്ത് സംഭവിക്കും? ബോധമാകുന്ന കണ്ണാടി ക്ലീൻ. സെക്കൻഡ്, എന്ത് സംഭവിക്കും? കാട്ടുതീ അണയും. 3, എല്ലാരും പറഞ്ഞു. മൂന്നാമത്തത് ശാന്തി സമാധാനം ഉണ്ടാകും. നാലാമത്തത് വിദ്യ, അറിവ് കിട്ടും. നാലാമത്. അടുത്ത വരി വധു. ഇവിടെ എന്തിനാ ഒരു ബന്ധമില്ലാതെ ചൈതന്യ മഹാപ്രഭു വധു എന്നൊരു വാക്ക് ചേർത്ത്? വിദ്യാ വധു ജീവനം. പെൺകുട്ടി, വിവാഹം, നവവധു എന്നൊക്കെ പറയല്ലേ, വിവാഹം കഴിഞ്ഞു വരുന്നത്. എന്തിനാണ് ചൈതന്യ മഹാപ്രഭു അങ്ങനെ ഒരു വരി ഇതിനകത്ത് ചേർത്തത്? നവവധു. അത് മലയാളത്തിൽ പറയുന്ന ഒരു സാധനമാണ്. കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞു ആ പെൺകുട്ടി അന്നത്തെ ദിവസം എക്സ്ട്രാ ഡ്രാമയായിരിക്കും. ജോലിയെല്ലാം എക്സ്ട്രാ ചെയ്യും. അത് കേട്ടിട്ടുണ്ടോ? കൂരപ്പുറം വരെ എല്ലാം കയറിയൊക്കെ തൂക്കും. അങ്ങനെ കേട്ടിട്ടില്ലേ? ചൊല്ലില്ലേ? അല്ലേ? എക്സ്ട്രാ. ആ പുതിയ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അമ്മ അത് ഞാൻ ചെയ്യാം, ഇത് ഞാൻ ചെയ്യാം. ഇതെല്ലാം ഒരാഴ്ചയേ ഉള്ളൂ. അത് ചെയ്യാം, ഇത് ചെയ്യാം, എക്സ്ട്രാ ഉത്സാഹം. ആ ഭക്തന് അഞ്ചാമത്തെ സ്റ്റേജ് ആ ഒരു ഉത്സാഹം എപ്പോഴും ഉണ്ടാവും ഭക്തന്മാർക്ക്, ഇല്ലേ? ഇപ്പൊ നമ്മൾ ആഴത്ത് ജപിക്കണോ, നാളെ തൊട്ട് പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. അവരടുത്ത് പറയുമ്പോ തന്നെ നമുക്ക് ഇതൊന്നും എടുത്ത് അവിടെ വെക്കണോ, നമുക്ക് ദേഷ്യം വരും.
അപ്പോൾ നവവധുയുടെ ഉത്സാഹം എങ്ങനെയാണ്? കേറിപ്പോയ വീട് ഇംപ്രസ് ചെയ്യണം, അവരെ ഇംപ്രസ് ചെയ്യണം, ഇവരെ ഇംപ്രസ് ചെയ്യണം, ഭർത്താവിനെ ഇംപ്രസ് ചെയ്യണം. അറിയാത്ത സാധനമൊക്കെ യൂട്യൂബിൽ പഠിച്ചൊക്കെ ഉണ്ടാക്കും. 2 ആഴ്ച കഴിഞ്ഞ ചോറും പരിപ്പ് ചോറും പരിപ്പ്, പിന്നെ ഒരേ മൊണോട്ടണസ്. അപ്പൊ ഇംപ്രസ് ചെയ്യാൻ എക്സ്ട്രാ ഉത്സാഹം എടുക്കും. അങ്ങനത്തെ ഒരു ഉത്സാഹം ഭക്തന് വരും. അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും, എപ്പോഴും ചിരിച്ചുണ്ട്. ഒരു വ്യക്തി ഹരേ കൃഷ്ണ പ്രസ്ഥാനം അന്വേഷിച്ചു വന്നു ആദ്യമായിട്ട് ലൈഫിൽ. അദ്ദേഹം അന്വേഷിച്ചു വന്നപ്പോ, രാവിലെ വന്നപ്പോ കണ്ടത്, ആ ആശ്രമത്തിലുള്ള ഒരു ഭക്തൻ ചവറ് കളയാൻ പോവാണ്. ഈ ചവറും വേസ്റ്റും ഗാർബേജ് എല്ലാം ഒരു ക്യാനിൽ തോളിൽ എടുത്തു വെച്ചിട്ട് അങ്ങനെ കളയാനായിട്ട്, വേസ്റ്റ് കളയാൻ പോകുമ്പോ എന്താ ചെയ്യണേ? പാട്ടും പാടിക്കൊണ്ട് പോവാ. ഹരേ കൃഷ്ണ പാട്ടുപാടി. അപ്പൊ ഈ വന്ന് കയറിയ ആളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ? ഇവിടെ ചവറ് കളയുന്നവൻ തന്നെ ഇത്ര സന്തോഷമാണെങ്കിൽ ഇതിനകത്തുള്ളവർക്കൊക്കെ എത്ര സന്തോഷമായിരിക്കും. അതായിരുന്നു ഇംപ്രഷൻ. അപ്പൊ ഭക്തന് വളരെ അത്യാവശ്യം എന്താണ്? ഉത്സാഹം. ആലോചിച്ച് നോക്കൂ, ശ്രീരാമൻ മറ്റേ വാനരന്മാരെയൊക്കെ വിളിച്ചിട്ട് രാമേശ്വരത്തിൽ ലങ്കയ്ക്ക് പാലയിടാം. ഉടനെ ഓരോന്നും ഞാൻ തന്നെ വേണോ? നളന്റെ അടുത്ത് പറഞ്ഞൂടെ? നളൻ സുഗ്രീവന്റെ അടുത്ത് പറഞ്ഞൂടെ? എനിക്ക് കല്ല് തൂക്കാൻ വയ്യ, കുറുക്ക് വേൻ. ആലോചിച്ച് നോക്കൂ, പാലത്തിന്റെ പണി നടന്നിട്ടുണ്ടാവും. ഭാഗ്യം അന്ന് മലയാളിയെ കൂട്ടിയില്ല. എല്ലാ ബംഗാളി വാനരന്മാരായിരുന്നു. പെട്ടെന്ന് പണി. അപ്പൊ ഒരു ഭക്തന് ലൈഫിൽ എന്താ വേണ്ടത്? സേവനങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം. ചെയ്യാൻ, അത് എടുത്ത് നമ്മൾ ചെയ്യാൻ ഒന്നും ആ ഒരു ഉത്സാഹം. അത് 6ാമത്തെ സ്റ്റേജ്. ആദ്യം വിദ്യ ഉണ്ടാകും, പിന്നെ അടുത്തത് നവവധുയുടെ ഉത്സാഹം. വിദ്യാവധു ജീവനം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആനന്ദാംബുധി വർദ്ധനം. ശ്രീ കൃഷ്ണ ബലരാമ കീ. അടുത്തത് ആനന്ദാംബുധി വർദ്ധനം. നമ്മൾ അറിയാതെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം, നിറഞ്ഞ ഒരു സന്തോഷമുണ്ടായിരിക്കും. വീണ്ടും ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാ വധു ജീവനം ആനന്ദാംബുധി വർദ്ധനം. സന്തോഷം. ശരി, നമ്മളെല്ലാവരുടെയും ലൈഫിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് ലക്ഷ്യം? എന്തിനാ ജീവിക്കണേ? എന്തിനാ ജീവിക്കുന്നേ? അറിഞ്ഞൂടെ? എന്തെങ്കിലും വേണ്ടേ ഒരു ലക്ഷ്യം? എന്താണ്? ഓക്കെ, നമ്മൾ എന്ത് ചെയ്താലും ബാക്കിൽ നമുക്കൊരു സന്തോഷം വേണം. അതിനല്ലേ വേണ്ടി ചെയ്യുന്നത്, അല്ലേ? ജോലിക്ക് പോയാൽ ശമ്പളം കിട്ടും, ശമ്പളം കൊണ്ട് എനിക്ക് സന്തോഷമായി ജീവിക്കാം. വിവാഹം കഴിച്ചാൽ എനിക്ക് സന്തോഷമായി ജീവിക്കാം. എനിക്ക് വീടുണ്ടായി കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ എല്ലാവരും ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സന്തോഷം. അത് കിട്ടിയില്ലെങ്കിൽ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? റൈറ്റ്? പക്ഷേ ഭൗതിക ലോകത്തിൽ എന്ത് ചെയ്താലും ശാശ്വതമായ സന്തോഷം കിട്ടില്ല എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഇവിടെ കിട്ടില്ല. എന്ത് നേടിയാലും, നല്ല ഫേമസ് കവിതകളൊക്കെ ഉണ്ട്. ഞാൻ കാശ് കൊടുത്ത് ബെഡ് മേടിച്ചു, പക്ഷെ എനിക്ക് എന്തു മേടിക്കാൻ പറ്റിയില്ല. കേട്ടിട്ടുണ്ടോ? എന്ത് മേടിക്കാൻ പറ്റിയില്ല? നല്ല കട്ടിലും സ്പോഞ്ച് ബെഡും പില്ലോ ഇതെല്ലാം ഞാൻ മേടിച്ചു, എന്ത് മേടിക്കാൻ പറ്റിയില്ല എനിക്ക്? ഫേമസ് പോയട്രി ഒക്കെയാണ്. ബെഡ് മേടിച്ചു, എനിക്ക് ഉറക്കത്തിനെ മേടിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അല്ലേ? ഇത് ചെയ്തു, പക്ഷെ അതിന്റെ ഉദ്ദേശം എനിക്ക് നടന്നില്ല. അപ്പോ ഇത് നമ്മളെ ഉള്ളിൽ തന്നെ കണ്ടെത്തണം. ആ ഒരു സുഖം, സംതൃപ്തി അത് കണ്ടെത്തണം. അലക്സാണ്ടർ വന്ന് ഇന്ത്യയെ മുഴുവനും ആക്രമിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് സിന്ധു നദിയുടെ തീരത്തിൽ ഒരു യോഗിവര്യനെ കണ്ടു. ഒരു കോണ മാത്രം ഉടുത്തിരിക്കുന്നു, ജട മുടി, കുളിച്ചിട്ട് വർഷങ്ങളായി തോന്നുന്നു, ഡ്രസ്സും ഇല്ല, ഒന്നുമില്ല, കറുത്ത്. ആളിങ്ങനെ ഭയങ്കര ധ്യാനത്തിലാണ്.
വസ്ത്രവും ഇല്ല, ഒന്നുമില്ല, വീടും ഇല്ല, വാർപ്പിടവും ഇല്ല, ഭക്ഷണവും ഇല്ല, എല്ലാം അങ്ങനെ ഇരിക്കുക ഒരാള്. അപ്പൊ അലക്സാണ്ടർ തിരിച്ചു പോകുമ്പോ സിന്ധു നദി കടക്കുമ്പോ ഇദ്ദേഹത്തിനെ കണ്ടപ്പോ എന്തോ ഒരു അട്രാക്ഷൻ, കണ്ണൊക്കെ ഇങ്ങനെ ജ്വലിക്കുന്നു, പ്രകാശമായി ജ്വലിക്കുന്നു, എന്തോ ഒരു അട്രാക്ഷൻ. ഉടനെ അലക്സാണ്ടർ കുതിരയെ വിട്ട് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്തോ ഇയാളുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ഈ ലോകം മുഴുവനും കീഴ്പ്പെടുത്തി യുദ്ധവും ചെയ്ത് ഭ്രാന്ത് പിടിച്ച് നടക്കണ എനിക്ക് ഈ സന്തോഷമില്ല, പക്ഷെ ഈ യോഗിക്ക് എന്തൊരു സന്തോഷമാണ്, അങ്ങനെ ശാന്തനായിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്, എന്തോ ഒരു രഹസ്യമുണ്ട്, എനിക്കതൊന്ന് തരാമോ? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, ഞാൻ എന്ത് സ്ഥാനമാനം, എന്റെ കുതിരകൾ, സ്വർണം, രാജ്യത്തിൽ മന്ത്രി പദവി, എന്ത് വേണമെങ്കിലും തരാം, നിങ്ങളുടെ സീക്രട്ട് എനിക്ക് പറഞ്ഞു തരാം. ഉടനെ ആ യോഗി പറഞ്ഞു അലക്സാണ്ടറിന്റെ അടുത്ത്, ഞാൻ അന്വേഷിക്കുന്നത് നിന്റെ കയ്യിലില്ല. ഈ യോഗി എന്താ അന്വേഷിക്കുന്നത്? ആത്മീക കാര്യം, ദൈവത്തിനെ കുറിച്ച്. ഞാൻ അന്വേഷിക്കുന്നത് നിന്റെ കയ്യിലില്ല, നിന്റെ കയ്യിൽ ഉള്ളതൊന്നും എനിക്ക് പ്രയോജനവും ഇല്ല. ഇപ്പൊ നമ്മുടെ ആശ്രമത്തിലുള്ള ബ്രഹ്മചാരിക്ക് ഒരു ചീർപ്പ് വാങ്ങിച്ച് ഗിഫ്റ്റ് കോമ്പ് കൊടുത്ത് വലിയ പ്രയോജനം ഉണ്ടാ? ചീർപ്പ് കൊടുത്താൽ തലയിൽ മുടിയേയില്ല, അവൻ ഇട്ട് എന്ത് ചെയ്യുവാൻ? അതുപോലെ നിന്റെ കയ്യിലുള്ളതൊന്നും എനിക്ക് പ്രയോജനമില്ല, ഞാൻ അന്വേഷിക്കുന്നത് നിന്റെ കയ്യിലും ഇല്ല. അത് നമ്മുടെ ഉള്ളിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. വെളിയിലുള്ള ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. നമ്മുടെ ബന്ധുക്കള്, ബന്ധുമിത്രാദികള്, സുഹൃത്തുക്കള്, ഞാൻ നേടിയ പണം, എന്റെ വസ്ത്രം, എന്റെ ജോലി, ഇതൊന്നുമല്ല എന്റെ യഥാർത്ഥ സന്തോഷം. അത് ഞാൻ തന്നെ ഉള്ളിൽ ബിൽഡ് ചെയ്യണം. അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. കാരണം നമ്മൾ അടുത്ത ആളെടുത്ത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, അത് കിട്ടത്തുമില്ല. ആനന്ദാംബുതി വർധനം, പ്രതിപദം പൂർണ്ണ അമൃത ആസ്വാദ. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ്നെസ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. കംപ്ലീറ്റ്നെസ് എന്ത് പറയും മലയാളത്തിൽ? കംപ്ലീറ്റ്നെസ് എന്ത് പറയും? പൂർണ്ണത. പൂർണ്ണത അപ്പോഴേ നമുക്ക് അനുഭവം. വ്രജസേവ് പ്രഭു ഉണ്ടോ അവിടെ? നിങ്ങൾ തിരിച്ച് ഹോസ്റ്റലാണോ? അവിടെ പോകുന്ന ഹോസ്റ്റൽ പ്രസാദം കൂടെ കഴിച്ചിട്ട് പോകും. ഓക്കെ, അവിടെ ഫ്രണ്ടിൽ കാണാം. പ്രഭു ഉണ്ടോ അവിടെ ആരെങ്കിലും? അവരും എവിടെ നിർത്തി? പൂർണ്ണത. ആ ഒരു സ്റ്റേജിലേ നമുക്ക് പൂർണ്ണത അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നമുക്കൊരു നിരുത്സാഹം തോന്നരുത്. അയ്യോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റൂല, നമുക്ക് മനസ്സിൽ അങ്ങനെ തോന്നും. അതാണ് 8ാമത്തെ ലൈന്. എല്ലാവർക്കും ഇത് ചെയ്യാനും പറ്റും. പ്രതിപദം പൂർണ്ണാമൃത ആസ്വാദനം സർവാത്മസ്നാപനം. എല്ലാവർക്കും ഇതിനകത്ത് ഇറങ്ങി കുളിക്കാൻ പറ്റും. ഇത് ഇന്ന ആൾക്ക് വേണ്ടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഏതൊരു സാധാരണ വ്യക്തി വിചാരിച്ചാലും ഇത് ചെയ്യാൻ പറ്റും. സർവാത്മസ്നാപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പൊ 7 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? നാമജപം കൊണ്ട് സംഭവിക്കുന്ന ആദ്യത്തെ സ്റ്റേജ് ചേതോദർപ്പണമാർജനം. ബോധമാകുന്ന കണ്ണാടി വൃത്തിയാകും. ഭവമഹാധാവാഗ്നി നിർവാപണം. കാട്ടുതീ പോലത്തെ ആഗ്രഹം കുറയും. ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. ചന്ദ്രന്റെ പ്രകാശം പോലെ ശാന്തിയും സമാധാനം ഉണ്ടാകും. വിദ്യ, അറിവുണ്ടാകും. വധു, ഉത്സാഹം, നവവധുയുടെ ഉത്സാഹം ഉണ്ടാകും. ആനന്ദാംബുതി വർധനം, ആനന്ദം അനുഭവിക്കും. പിന്നെ പൂർണ്ണത കൈവരിക്കും. ഇത് എല്ലാവർക്കും ചെയ്യാനും പറ്റും. മഹാപ്രഭു തന്ന ആദ്യത്തെ ഉപദേശമാണ്. അതുകൊണ്ട് നാമജപം വളരെ പ്രധാനം. നാമജപം കൊണ്ട് എന്തും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഞാനിത് പറഞ്ഞോന്നറിയില്ല, ഇപ്പൊ എല്ലാം രാമായണ മാസമാണ്. എല്ലാവർക്കും അറിയാം, ലങ്കയിലേക്ക് പാലം വാനരന്മാര് പണിതു. അവിടെ ഈ കല്ലുകളെല്ലാം സമുദ്രത്തിൽ എറിഞ്ഞപ്പോൾ ഇതെല്ലാം പൊങ്ങി നിന്നു. അതെല്ലാവർക്കും അറിയാം. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കല്ലിന്റെ പുറത്ത് രാമരാമാന്ന് എഴുതിയ കൊണ്ട് ഇത് പൊങ്ങി, കല്ല് നാമം ജപിച്ചിട്ടത് കൊണ്ട് പൊങ്ങി. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം രാമായണം പറയുന്നത്, ഈ പാലം രാമസേതു ഇത് പണിതത്, ഇതിന്റെ എഞ്ചിനീയർമാർ ആരാണെന്ന് അറിയാമോ? നളനീളൻ. ഇവർ 2 പേരാണ് എഞ്ചിനീയർ.
ഇവര് കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് മഹാകുറുമ്പാണ്. കൃഷ്ണ ഭഗവാൻ അങ്ങനെയാണ്, ചൈതന്യ മഹാപ്രഭു അങ്ങനെയാണ്, ഹനുമാനും അങ്ങനെയാണ്. കുട്ടിക്കാലത്ത് വലിയ നോട്ടിയാണ്, വികൃതിയാണ്. ഹനുമാൻ സൂര്യനെ പഴമെന്ന് പറഞ്ഞ് ചാടിക്കഴുകി തിന്നാനൊക്കെ പോയി. അപ്പൊ ഈ രണ്ടുപേർക്ക് അത്രയ്ക്കും കുറുമ്പാണ്. ആ രണ്ടുപേര് നളനികൾ. ഇവരെന്ത് ചെയ്യും? ഈ ബ്രാഹ്മണരും മുനിമാരും ഋഷിമാരെല്ലാം സമുദ്ര തീരത്ത്, ആറ്റിന്റെ തീരത്ത് കുളിക്കാൻ ഡ്രസ്സും അത് ഇതൊക്കെ മാറ്റി വെച്ച് എല്ലാം കൂടെ വെള്ളത്തിൽ വലിച്ചെറിയും. ഇവരെ കമണ്ടലും ചെരുപ്പ്, മിതിയടി, വടി കിട്ടിയതെല്ലാം കൂടെ ഈ രണ്ടെണ്ണം കൂടെ തൂക്കി വെള്ളത്തിൽ. ഇവര് ഇതെല്ലാം കഴിഞ്ഞ് മുങ്ങി ഈ സാധനം എടുത്തെടുത്ത് മതിയായി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ മുത്തശ്ശിയുടെ വീട്ടിൽ കുട്ടിക്കാലത്ത് വീട്ടിനകത്ത് കിണറുണ്ടായിരുന്നു. ഈ അടുക്കളയിൽ തന്നെ വിൻഡോ ഓപ്പൺ ചെയ്ത് അടുക്കളയിൽ നിന്ന് വലിക്കാം. അപ്പൊ നമ്മുടെ പണി സമ്മറിൽ കളിക്കാൻ പോകുമ്പോൾ കിട്ടിയതെല്ലാം കൂടെ കിണറ്റിൽ വലിച്ചെറിയാം. അതൊരു രസമാണ്. കാരണം അവസാനം ആളെ വിളിക്കും, തോട്ടിയൊക്കെ കൊണ്ടുവരും, ആളെ ഇറക്കും, വെള്ളം കോരി, ഇതൊക്കെ കാണാൻ ഒരു രസമാണ്. ഇഷ്ടംപോലെ അടിയും കിട്ടിയിട്ടുണ്ട്. അതുപോലെയാ ഈ നളനീളന്മാർ കിട്ടിയതെല്ലാം കൊണ്ടുപോയി സമുദ്രത്തിലും ആറ്റിലും എല്ലാം കൂടെ വലിച്ചെറിയും. ശ്രീ കൃഷ്ണ ബലരാമ കീ. അപ്പൊ ഈ ഋഷിമാർക്കും മുനിമാർക്കും ഭയങ്കര ദേഷ്യമായി ഈ രണ്ട് കുട്ടികളെടുത്ത് എല്ലാം കൊണ്ടുപോയി. അവസാനം ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെ പണീഷ് ചെയ്യണം, ശിക്ഷ കൊടുക്കണം. പക്ഷെ എന്ത് ശിക്ഷ? കുഞ്ഞുങ്ങൾക്ക് പോയി എന്ത് ശിക്ഷ കൊടുക്കാനാ? അതുകൊണ്ട് ഇവരൊരു ശാപം കൊടുത്തു, നളനീളന്മാർക്ക് ഒരു ശാപം. എന്താണ് ശാപം? ഇവർ വെള്ളത്തിൽ എന്ത് വലിച്ചെറിഞ്ഞാലും അത് വെള്ളത്തിന്റെ അടിയിൽ പോയില്ല, പൊങ്ങി തന്നെ കിടക്കും. എന്തിനാ അങ്ങനെ ശാപം? പിന്നെ ഈ മുനിമാർക്ക് പോയി പറക്കിയിട്ട് വരാം. അങ്ങനെ ഒരു ശാപം കൊടുത്തു ഇവർക്ക്. ഇവർ രണ്ടുപേരും വെള്ളത്തിൽ എന്തെറിഞ്ഞാലും എന്ത് സംഭവിക്കും? താന്നു പോകത്തില്ല. അത് ആ ശാപം പിന്നീട് ഗുണമായി. എന്ത് പണിയുമ്പോ? ആ പാലം പണി. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എത്ര ദോഷമുണ്ടെങ്കിലും ശരി, അവൻ നാമജപ പ്രക്രിയയിലേക്ക് വരുമ്പോ, ദിവസം 108 പ്രാവശ്യം നാമജപം അവൻ ചെയ്തു തുടങ്ങുമ്പോ ഈ എല്ലാ കുഴപ്പവും ശരിയാവും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുയുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ജപം തുടങ്ങാത്തവരെല്ലാം ദിവസവും 108 പ്രാവശ്യം നാമജപം തുടങ്ങുക. ഇന്ന് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇവിടെ സത്സംഗ പ്രോഗ്രാം ആദ്യമായി ഇവിടെ വരുന്നവർ? ആരുമില്ല. സോ ഇവിടെ വരുന്നവരെല്ലാം ഈ അമ്പലത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ മെമ്പേഴ്സ് ആണ്. ഇവിടുത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ബുക്ക് ഷോപ്പിൽ എവിടെയെങ്കിലും നമ്പർ കൊടുത്തിട്ട് പോവുക. കാരണം നമ്മുടെ എല്ലാ പ്രോഗ്രാംസ്, ഇവിടെ നടക്കുന്ന ഉത്സവങ്ങൾ, ഇവിടെ നടക്കുന്ന പൂജകൾ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയിപ്പ് വരും. താല്പര്യമുള്ളവർ, അങ്ങനെ മെമ്പർ ആകാത്തവർ ബുക്ക് ഷോപ്പിൽ നിങ്ങളുടെ നമ്പർ കൊടുക്കുക. കഴിഞ്ഞ പ്രസാദമുണ്ട്. രഘുപതി രാഘവ രാജരാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജരാം പതിത പാവന സീതാരാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. 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 श्रीराम जय राम जय जय राम. श्रीराम जय राम जय जय राम.
Shri Ram Jaya Ram Jaya Jaya Ram 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 Hare Krishna Hare Krishna Krishna Hare 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 Ram Hare Ram Ram Hare Hare Ram Hare Krishna Hare Krishna Krishna Hare 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 Ram 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 Hare Hare Krishna Hare Krishna Hare Krishna Krishna Hare 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 Ram 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 Hare 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 Ram Ram Hare Krishna Hare Krishna Krishna Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Rama 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 Hare 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 Rama Hare Rama 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 Shri Krishna Balaram ki jai, Srila Prabhupada ki jai.